പാലക്കാട് പൊള്ളാച്ചി ഉടുമ്പൽപേട്ട വഴി മറയൂർ കാന്തല്ലൂർ വട്ടവട തുടങ്ങിയ സ്ഥലത്തേക്കുള്ളൊരു യാത്രയിലാണ് ഞങ്ങൾ. രാവിലെ 5:30 മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടതാണ്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇവിടെ തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വണ്ടിൻ്റെ നമ്പർ, ആളുകളുടെ എണ്ണം, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു 50 ഉറുപ്യ ഫീസും വാങ്ങിയിട്ടാണ് വണ്ടി വിടുന്നത്. സ്റ്റേറ്റ് ഹൈവേ 17 എന്നും നോർത്തേൺ ഔട്ട്ലെറ്റ് റോഡ് എന്നും പേരുള്ള നല്ലൊരു പാതയാണിത്. കാടിന് നടുവിലൂടെ അല്പം വീതി കുറവാണെങ്കിലും നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന റോഡാണിത്. വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യാനിടയുണ്ട് എന്ന ബോർഡ് ഇടയ്ക്കിടെ കാണുന്നുണ്ട്. നേരം വൈകിയത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് കുറച്ച് ആനപ്പിണ്ടം മാത്രമേ ഇവിടെ നിന്ന് കാണാൻ പറ്റിയുള്ളൂ. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. ഇടതുഭാഗത്തുള്ള ആഴത്തിലുള്ള വാലിയിലൂടെ പാമ്പാർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ഒരു കാഴ്ചയാണ്. വഴിമധ്യേ ആലമ്പട്ടി എത്നിക് കഫേ എന്നൊരു ചായക്കടയും എക്കോ ഷോപ്പും ട്രെക്കിങ്ങിനുള്ള സൗകര്യം ചെയ്യുന്ന ഓഫീസുമൊക്കെ കണ്ട് ഇറങ്ങിയതാണ്. കാട്ടിനുള്ളിലൂടെ ട്രെക്കിംഗ് നടത്തി തൂവാനം വെള്ളച്ചാട്ടം കണ്ട് മടങ്ങിപ്പോരുന്ന 3 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു ട്രെക്കിംഗ് ഇവിടെയുണ്ട്. ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയാണ് യാത്ര. 300 രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഈ ട്രെക്കിംഗ് ആരംഭിക്കുന്നു. തൂവാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടേക്കാണ് നേരത്തെ നമ്മൾ കണ്ട ആലമ്പറ്റയിൽ നിന്ന് ട്രെക്കിംഗ് നടത്തുന്നത്. മറയൂരിൽ വന്നപ്പോൾ ഗ്രീൻ മൗണ്ട് എന്നു പേരുള്ള ഈ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി മുറിയെടുത്തത്. എല്ലാവിധ സൗകര്യമുള്ള ഒരു വീട് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ മറയൂരിലെ മുനിയറയും അതുപോലെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം കാന്തല്ലൂരും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മറയൂരിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരമുണ്ട് കാന്തല്ലൂരിലേക്ക്. അതിൻ്റെ ഇടയിലാണ് മുനിയറ ഉള്ള സ്ഥലം. വഴിയിലൊക്കെ ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ഉണ്ട്. കൂടുതൽ ആളുകൾക്ക് വന്നാൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇത് കോവിൽക്കടവ് എന്ന ചെറിയൊരു പട്ടണമാണ്. മറയൂരിൽ നിന്ന് കാന്തല്ലൂരിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു അങ്ങാടി തന്നെയാണിത്.
അങ്ങാടി കഴിഞ്ഞ് കുറച്ച് യാത്ര ചെയ്യുന്നതോടുകൂടി റോഡ് കയറ്റം തുടങ്ങുകയാണ്. ഇവിടെ നല്ല പാറയും ഒക്കെ ഉള്ളൊരു മനോഹരമായ സ്ഥലത്ത് നിർത്തിയിറങ്ങി. ഇവിടെ സുന്ദരമായ വാലിയുടെയും താഴെയുള്ള ഗ്രാമത്തിൻ്റെയൊക്കെ കാഴ്ചയാണ്. മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോകുന്ന വഴിയിൽ ആനക്കോട്ടപ്പാറ പാർക്ക് എന്ന സ്ഥലമാണ് ഇത്. ഇവിടെയാണ് ഡോൾമെൻസ് അല്ലെങ്കിൽ മുനിയറ എന്ന് വിളിക്കുന്ന മുനിമാർ താമസിച്ചു എന്ന് വിശ്വസിക്കുന്ന ശിലാനിർമ്മിതികൾ ധാരാളമായി കാണാനുള്ളത്. ഇവിടെ 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം ഈ പാറയിലേക്ക് പ്രവേശിക്കാൻ. ടിക്കറ്റ് കൗണ്ടറും ഒരു ഇക്കോ ഷോപ്പുമാണ് മുകളിൽ കാണുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ അതിവിശാലമായ പാറയാണ് ആദ്യം കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിന് ആനക്കോട്ടപ്പാറ എന്ന് പേര് വന്നത്. ആനക്കോട്ടപ്പാറ പാർക്കിൽ വെറുതെ നടക്കാനും മുനിയറകൾ കാണാനുമായിട്ട് ധാരാളം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് പോയാൽ കുറേ ചന്ദനമരങ്ങളും കാണാനുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മുനിയറ. കാട് പിടിച്ചും മെയിൻ്റനൻസ് ഇല്ലാതെയും നശിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് ഇത് കാണുന്നത്. അതിവിശാലമായ പാറയിലൂടെ കുറച്ച് താഴോട്ട് നടന്നാൽ താഴെയുള്ള ഗ്രാമത്തിൻ്റെയും കുന്നുകളുടെയും ഒക്കെ മനോഹരമായ ഒരു കാഴ്ചയാണ് ലഭിക്കുന്നത്. ആനക്കോട്ട് പാറയുടെ മുകളിൽ പല സ്ഥലത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്ന രീതിയിലാണ് മുനിയറകൾ കാണുന്നത്. മിക്ക എണ്ണത്തിൻ്റെയും മുകളിലുള്ള കല്ലുകൾ നഷ്ടപ്പെട്ട രീതിയിലാണ്. ധാരാളം ചന്ദനമരങ്ങളും മറ്റു മരങ്ങളും ഇടതിങ്ങി വളർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് മുന്നിൽ കാണുന്നത്. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കണ്ടുവരുന്ന മുനിയറ BC 3000-നും BC 14,000-നും മധ്യേ പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണ് എന്നാണ് ആദിവാസികളുടെ വിശ്വാസം. എന്നാൽ ശിലായുഗത്തിൽ ആദിമ മനുഷ്യർ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് നിർമ്മിച്ചവയാണ് മുനിയറ എന്നും പറയപ്പെടുന്നു.
മുനിയറകൾക്ക് സമീപത്തു നിന്ന് ലഭിച്ച വലിയ മൺകുടങ്ങളിൽ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത്തരം മൺകുടങ്ങൾ അക്കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. മുനിമാർ തപസ് ചെയ്യുന്നതിനും ഈ അറകൾ ഉപയോഗിച്ചിരുന്നുവത്രേ. 3 വലിയ പാറക്കല്ലുകൾ ഭൂമിയിൽ കുത്തനെ ഉറപ്പിച്ച് അതിനു മുകളിൽ ഒരു പരന്ന കല്ല് വെച്ചുകൊണ്ടാണ് മുനിയറകൾ നിർമ്മിക്കുന്നത്. മുൻഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കല്ലിന് അകത്തേക്ക് കയറുന്നതിനായി കിളിവാതിൽ പോലെ വൃത്താകൃതിയിൽ ഒരു ദ്വാരവും കാണാം. മുനിയറകളെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ KSR എന്ന് രേഖപ്പെടുത്തിയ ധാരാളം ചന്ദനമരങ്ങൾ കാണുന്നുണ്ട്. ചന്ദനമരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന കുരു മറ്റുള്ളവരോടൊപ്പം ഞങ്ങളും പെറുക്കിയെടുത്തു. ചകിരിയും മറ്റും നിറച്ച പ്ലാസ്റ്റിക് കവറിൽ ഇത് 2 ആഴ്ച കുഴിച്ചു വെച്ചാൽ മുളച്ചു വരുമെന്നാണ് ഇവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞത്. അല്പം വളർന്ന ശേഷം മാറ്റി നട്ടാൽ മതിയെന്നും പറഞ്ഞു. ഓരോ കഷ്ണത്തിന് വേറെ വേറെ നമ്പർ ഇട്ടുണ്ട്. ചന്ദനത്തിന്റെ വിത്ത് ഇതാ. ഇത് വിറ്റ് അല്ലെ, ഇത് നട്ടിട്ട് വേണം പൈസക്കാരനാവാൻ. മുനിയറയുടെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. മറയൂർ ശർക്കരയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.